ആക്റ്റീവായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രണയങ്ങൾക്ക് ഫസ്റ്റില് കോണ്ടാക്ട് നമ്പർ ഷെയർ ചെയ്യുന്നു, പിന്നെ അങ്ങ് പോവാണ് പ്രണയം. അങ്ങനെ പേടിയൊന്നുമില്ലല്ലോ ആൾക്കാർക്ക്, ഇഷ്ടം പറയാനൊന്നും അങ്ങനെ പേടിയോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ. അത് കാരണം വലിയ സുഖമാണ്, ഈസിയാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ സ്ട്രഗിളും ഉണ്ട്. അതുണ്ട്, അതെ, അതെപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ. ആ സമയത്ത് ഇപ്പൊ എന്താ ഫോൺസ് അവൈലബിൾ അല്ല എങ്കിൽ പോലും ഫോൺ ടെക്സ്റ്റ് ആയിട്ടൊക്കെ ഫോൺ വിളിക്കുമല്ലോ. ആ സമയത്ത് വീട്ടുകാർ കാണുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. എങ്ങനെയും ഇങ്ങനെ വീട്ടുകാരെ അറിയോ അല്ലെങ്കിൽ ഫോൺ കോൾസ് പിടിച്ച ഒരു സമയമുണ്ടോ? ഫോണൊക്കെ പിടിച്ചിട്ടുണ്ട് ഷഫ്നയുടെ കയ്യിൽ. ഷഫ്ന മറ്റേ അരയിൽ വെച്ച് ഫോൺ വെച്ച് നടന്നു പോകുമ്പോ താഴെയൊക്കെ വീണിട്ടുണ്ട് വീട്ടില്. കൂട്ടുകാരിയുടെ മൊബൈല് ഒക്കെ കിട്ടിയിട്ട് കൂട്ടുകാരി കൊടുത്തിട്ട് അപ്പൊ ഇങ്ങനെ ഒളിപ്പിച്ചൊക്കെ വെച്ച് നടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇവിടെ വെച്ചിട്ട് നടക്കുകയായിരുന്നു, താഴെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ലൈഫിൽ പ്രണയത്തിനെ പറ്റി കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ പ്രണയത്തിനെ പറ്റി ചിന്തിക്കുന്ന കാലഘട്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രണയമുണ്ടോ, എന്താണ് അവസ്ഥ? അത് രഹസ്യം, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പരസ്യമാക്കാം. പ്രണയത്തെ കുറിച്ച് പ്രേമിച്ചിട്ടുണ്ട് ഒബ്വിയസ്ലി. പ്രണയിച്ചിരുന്ന സമയത്ത് അത് വളരെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല മെമ്മറീസ് ഉണ്ട്. പിന്നെ അങ്ങനെ സിമ്പിൾ ആക്കിയിട്ടല്ല, ഞാൻ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പറയുമെന്നുള്ളൊരു ചിന്തയില്. ലൈക്ക് പ്രേമിച്ചിരുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ കുറച്ച് പൈങ്കിളിയും പിന്നെ ഈ പറഞ്ഞ പോലെ നൈറ്റ് കോൾസും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫോൺ പിടിക്കുക അങ്ങനെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്, സ്വാഭാവികം. തീർച്ചയായിട്ടും. ഇതിലൊക്കെ ഏറ്റവും എതിർപ്പ് ആരുടെ സൈഡിൽ നിന്ന് വരും? അമ്മയാണോ അച്ഛനാണോ അവര്? ഇല്ല, രണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ എതിർപ്പിന്റെ ലൈക്ക് അവര് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പം അങ്ങനെ എനിക്ക് ചെറുപ്പം മുതലേ പ്രേമിക്കുന്നതിനെതിരൊന്നുമല്ല, അങ്ങനെ ഇതുവരെ അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പൊ ഇതുവരെ നല്ലൊരു പ്രണയം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണ് അവര് സപ്പോർട്ട് ചെയ്യാതെ? അവർ സപ്പോർട്ടാണ്. നല്ല പ്രണയം എല്ലാം നല്ലതാണ്, പ്രണയം അല്ല നല്ലതല്ലാത്ത ആളുകളല്ലേ. നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു, നമ്മൾ അതിലെങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രണയം എന്തും ബ്യൂട്ടിഫുൾ ആണ്, നമ്മൾ ആ പ്രണയത്തെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എടുത്തത് ചിലപ്പം ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രണയം അത്ര വർക്കായില്ല എന്നുള്ളത് മാത്രമാണ്. അതെ, അത് നടക്കാനുള്ളതല്ല. ചേട്ടന് ഇതിനേക്ക് നല്ല കുട്ടീനെ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ബൈ ആരോടും പറഞ്ഞിട്ടില്ല. ബൈ പറയാന്നുള്ളതല്ല, ലൈക്ക് വർക്ക് ആവുന്നില്ല. നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ആ ആൾക്ക് നമ്മൾ ചേരും അല്ലെങ്കിൽ നമുക്ക് ആൾ ചേരും എന്നൊക്കെയുള്ള. അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ പോയാൽ എന്തായിരിക്കും ഇതിന്റെ വെറുതെ. പിന്നെ പണ്ടല്ലേ ഇങ്ങനെ സഹിച്ചൊക്കെ നിൽക്കുക, ഇപ്പൊ എല്ലാവരും ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല, വർക്ക് ആവുന്നില്ലെങ്കിൽ ശരി, ഓക്കെ ബൈ. വളരെ നന്നായിട്ട് വളരെ പീസ്ഫുള്ളി സമാധാനത്തിൽ വീണ്ടും ഒരു കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഒരു ആവശ്യത്തിന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യാന്നുള്ളത്. എനിക്കൊന്നും ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും. ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ചേട്ടൻ ഇതിനെ കഴിഞ്ഞ് നല്ല പെണ്ണിനെ കിട്ടും എന്നുള്ള ഡയലോഗ് പോലും പഴയതായി. അങ്ങനെയൊന്നുമില്ല, നമ്മൾ നല്ലതാണ്, നമ്മളെക്കാൾ നല്ലതൊന്നും കിട്ടില്ല, വേറെ കിട്ടും. അല്ല, നമ്മളിപ്പോ ഓക്കെ ബൈ, നമുക്കിത് വർക്ക്ഔട്ട് ആവില്ല എന്ന് പറഞ്ഞിട്ട് പിരിയുന്ന ഒരു സിറ്റുവേഷൻ. അതാ പറഞ്ഞേ, ആ ഡയലോഗ് പോലും കുറച്ച് പഴയതായ ഒരവസ്ഥയാണ്. അപ്പം കഥയിലേക്ക് വരാണെങ്കിൽ എനിക്കൊന്നു അച്ചു ആണ് നിങ്ങളുടെ പിറകെ ഇപ്പോഴും ഉള്ളത്. ഈ ഇന്റർവ്യൂവിലും അച്ചുവിന്റെ കൈയാണ് ഉള്ളത്. അച്ചുവിന് എങ്ങനെയാണ് ഈ ഇതിലേക്കുള്ള പങ്ക് എങ്ങനെയാണ്? ഇല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഫിൽമിക പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്റെ ചേട്ടനാണ്, ചേട്ടനും കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ടാണ്, മെയിൻ ആയിട്ട് ചേട്ടനാണ്, നിതിൻ എന്നാണ് പേര്. അപ്പം അത് അച്ചുവിന്റെ ചാനലിലാണ് നമ്മുടെ ഷോർട്ട് ഫിലിം ഒക്കെ റിലീസ് ചെയ്യാറുള്ളത്. പിന്നെ അച്ചു ഉണ്ട്, ഈ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് അച്ചു ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഷൂട്ട് നടക്കുമ്പോഴാണെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ അച്ചുവായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് അച്ചു ഡയറക്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും പ്രൊഡക്ഷൻ സൈഡിൽ എല്ലാതും എന്താ പറയാ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് അച്ചുവാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അപ്പൊ ഇപ്പൊ വരെ അതിന്റെ കാര്യങ്ങൾക്കാണ് ആള് നടക്കുന്നത്. അതെ, ഇപ്പോഴും എന്നെ വിളിച്ച് സംസാരിച്ച എല്ലാ ആളാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.